ഇറങ്ങുന്ന സമയം അവൻ ഓടിയെത്തും അല്ലേ പൊന്നാ, എത്ര ഉറക്കമായിരുന്നാലും. ശരി പോണാ, മമ്മി വരണോ? ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പതിവ് വീഡിയോ ആണെങ്കിൽ അത് കാണുന്ന ഒരു രസമല്ലേ അല്ലേ ഫ്രണ്ട്സ്? ഓട്ടം റബ്ബിഷൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഇവിടെ നിറച്ച് ചീത്ത മണ്ണും ചെളിയും പൊടിയും മണ്ണൊക്കെയാണ് അവന്മാർ വണ്ടിയിൽ എടുത്തുകൊണ്ട് പോയിട്ട് ബസ്സിൽ വരുന്നുണ്ട് താഴെ. അച്ചക്ക് ടാറ്റ 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 പറ അച്ഛ പോണ. കാളുവിനെ കണ്ടില്ലല്ലോ. കാളു എങ്ങോട്ട് പോയെന്നാ? കാളു അവിടെ ചെറിയ കാളുവിനെ കണ്ടില്ല. വലിയവരൊക്കെ വന്ന് ഇവിടെ കടിക്കും കേട്ടോ. കിടക്കണം, കാളുമില്ല ഇവനെ. ആ ചെറിയ നമ്മുടെ വീട്ടിലിരിക്കുന്ന കാലുവിനോട് മാത്രമേ സ്നേഹമുള്ളൂ. മറ്റുള്ള സ്ട്രീറ്റ് ഡോഗ്സൊക്കെ ഇവനെ കടിക്കും കേട്ടോ. ഇവനോട് കൂട്ടല്ല. ഇവൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കടിക്കാൻ വരും. അപ്പോൾ കടിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും ഇഞ്ചക്ഷൻ എടുക്കാത്തതല്ലേ. അപ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെയും പറഞ്ഞ് പുറത്തുള്ള ഡോഗ്സായിട്ട് ഇവനെ മിങ്കിൾ ചെയ്യരുതെന്ന്. അപ്പോൾ അത് കാരണം ആണ് ഇന്നലെയൊക്കെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. കൂട്ടത്തോടെ വന്ന് ആക്രമിക്കുന്നത്. അവർ വർത്താനം പറഞ്ഞുകൊണ്ട് പോകുന്നു. കൂട്ടത്തോടെ ഇവനെ വന്ന് ആക്രമിക്കുക. നമ്മുടെ ചെറിയ കാലുമില്ലേ വീട്ടിൽ വരുന്നത്, നമ്മൾ അതെന്താന്ന് പറഞ്ഞാൽ അവർക്ക് ജലസിയാണ്. അവർക്ക് ഞാൻ ഫുഡൊക്കെ കൊടുക്കുന്നതാണ് എല്ലാം. നമ്മളെ ഒന്നും ചെയ്യില്ല. പക്ഷേ ഇവൻ വന്നു കഴിഞ്ഞാൽ ഇവനെ കൂട്ടത്തോടെ ആക്രമിക്കില്ല. മാ ഇങ്ങോട്ട് പോയി. ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അവൻ്റെ അച്ഛനെ കൊണ്ടുവന്നാക്കുന്നത്. അത് ഡെയിലിയുള്ള വീഡിയോ ആണ് ഞാൻ ഇടുന്നത് കേട്ടോ. അല്ലാതെ ഒരു വീഡിയോ അല്ല, ഡെയിലിയുള്ള വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അത് നോക്കുന്ന എവിടെയൊക്കെ പൊട്ടിച്ചിട്ടേക്കുന്നല്ലേ അതൊക്കെ നോക്കുന്ന. കുഞ്ഞിലെ ചെറുപ്പത്തിൽ കണ്ണ് തുറക്കാതെ വന്ന വീടാ. ഇത് പൊന്നു കിടന്ന ബെഡ്റൂമൊക്കെ അല്ലേ. ഇതൊക്കെ പൊട്ടിച്ചാ. എൻ്റെ മോൻ വീടൊക്കെ ഒന്ന് നോക്കുന്ന. മോൻ പോയ ബാത്റൂം മോൻ ഈ ബാത്റൂമിലല്ലേ ശുശു ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ ബാത്റൂമൊക്കെ പൊട്ടിച്ചു. വേണ്ട ഇവിടെ അവൻ വീടൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. എങ്ങനെയാണ് ഇതെന്താ ചെയ്തു വെച്ചേക്കെന്ന് കണ്ട. ഇതൊക്കെ പൊട്ടിച്ചാ. നമ്മുടെ അടുക്കളയൊക്കെ പൊട്ടിച്ചാ. നമ്മുടെ അടുക്കളയൊക്കെ പൊട്ടിച്ച പൊന്നാ. ആരാ വന്നേ? നമ്മുടെ അടുക്കളയൊക്കെ പൊട്ടിച്ചാ. അവൻ നോക്കുന്ന വീട് കേട്ടോ. ആരോ വന്നു, അതാണ് ഈ നോക്കുന്ന. ആരാ പൊന്നോ? മേസ്ത്രിയൊക്കെ വന്നു. പൊക്കോ മോള് പൊക്കോ. നമ്മൾ പറയണ്ട, അവ പൊക്കോളും. ശരി മാമ വരാം, പൊക്കോ. കണ്ട നമ്മുടെ പഴയ വീടൊക്കെ കണ്ട. മോൻ കുഞ്ഞിൽ കണ്ണ് തുറപ്പാ നടന്ന വീടൊക്കെ ഒന്ന് നോക്കി കേട്ടോ. ഇന്ന് പതിവില്ലാതെ ചെന്ന് നോക്കി. കൊച്ചു പിച്ച വെച്ച് വളർന്ന വീടല്ലേ. ഇതൊക്കെ പൊട്ടിച്ചിട്ടോന്ന് ചെന്ന് നോക്കി മോൻ. പാവം ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഷീറ്റ് വിരിക്കുന്നുള്ളതുകൊണ്ട് മോൻ താഴെ കിടക്കണം. ഞാൻ പറഞ്ഞ ഷീറ്റ് വിരിക്കട്ടെ എന്നിട്ട് മോളിൽ കയറാമെന്ന്. നമുക്ക് രാവിലെ തൊട്ട് ഈ പണി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ മോനും കൂടെ വന്നു കയറിയാൽ നല്ല പണിയായിരിക്കും. അപ്പോൾ കണ്ടോ ഈ റെഡ് കളറിനോടാണ് അവന് ഇഷ്ടമേ. ഈ ബോൾ മേടിച്ചിട്ട് കാണിച്ച ഇത് കണ്ടോ. ഇനിയിപ്പോൾ ചേച്ചി നല്ലൊരു ബോൺ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ബോണാണ്. നിൽക്ക് പൊന്നാ, സ്റ്റേ ബോഷ് ഇരിക്കുക. ഇതുപോലത്തെ ബോണാണെങ്കിൽ ഇവ കടിക്കില്ല. ഇതിപ്പോൾ ഒരു 5 കൊല്ലമായി കേട്ടോ. വേറെ ഇത് കടിക്കാൻ പറ്റണ ബോണല്ല. ഇത് കണ്ടോ. ഇതുപോലത്തെ ബോളൊക്കെ മേടിച്ചാൽ കടിക്കും. കാരണം ഇവിടെ പല്ല് നല്ല അരവുള്ളതല്ലേ. ഈ ബോളിന് വേണ്ടിയാണ് നിൽക്കുന്നത് കേട്ടോ. കണ്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഫ്രണ്ട് എല്ലാവരും ചോദിക്കും കേട്ടോ, 4 പേരല്ലേ ഉള്ളൂ, 4 പേര് എന്താ പണിയെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് 4 പേരുണ്ടെങ്കിൽ 40 പേരുടെ പണിയാട്ടോ. ഡെയിലി അലക്കാണ്. ഡെയിലി അലക്കെന്ന് പറഞ്ഞാൽ മോൻ ഇപ്പോൾ ക്ലബിലേക്ക് പോകും. അവിടെ നിന്ന് ഒരു ഇത് ഇട്ടുകൊണ്ട് വരും, ഇവിടെ ഊരിയിടും. പിന്നെ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ഡെയിലി എല്ലാം മാറുന്നവരാണ്. അപ്പോൾ ഡെയിലി അവരുടേതായ തുണികളുണ്ട്. ഇവിടെ 2-3 പേര് ഓഫീസിൽ പോകുന്നത്. അപ്പോൾ അവരുടേതായ തുണികൾ. പിന്നെ മോനുള്ളതുകൊണ്ട് ഷീറ്റൊക്കെ ഇടയ്ക്കതേത് ഇപ്പോൾ ഷീറ്റ് മാറ്റി. ഞാൻ തലേണി ഉറ മാറ്റിയില്ല, അത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഇച്ചിരി മഴയുടെ ഒരു കാറുണ്ട്. നമ്മൾ താഴെ പണി നടക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് വിരിക്കാനും പറ്റുന്നില്ല. മുകളിൽ സ്ഥലവും ഇല്ല. മോളിൽ പോയി ഇച്ചിരി മഴ ഇന്നലെ പെയ്തപ്പോൾ തന്നെ അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നത് തെന്നി അടിച്ച് വീഴും കേട്ടോ. അപ്പോൾ അതങ്ങനെ
സത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് പണിയെടുത്ത് വയ്യാണ്ടായി. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് 5-5:30 മണിയാകുമ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ പല്ല് തേച്ച് കഴിഞ്ഞാൽ നേരെ ഞാൻ പിണ്ടി ജ്യൂസ് അടിക്കാൻ പോകും എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി കേട്ടോ. പിണ്ടി ജ്യൂസ് അടിക്കുക. ആദ്യം നമ്മുടെ ഹസ്ബൻഡിനെ നോക്കണമല്ലോ. ഇപ്പം നമ്മുടെ നോട്ടപ്രകാരമൊക്കെ കൊണ്ട് അദ്ദേഹം ഇത്രയും വരെയൊക്കെ ജോലിക്ക് പോയത് കേട്ടോ. ഈ വർഷം കൂടെ ഉള്ളൂ, ഇനി പോകുന്നില്ല, ഇനി റെസ്റ്റിലാണ്. അപ്പോൾ ഒരിക്കൽ ഇതുപോലെ ക്രിയേറ്റിൻ കൂടിയിട്ട് ICUലൊക്കെ ആയിരുന്നു പുള്ളി. UTI പ്രോബ്ലവും ക്രിയേറ്റിനും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ അതങ്ങനെ വന്ന് നമ്മുടെ കുറേ ലക്ഷങ്ങൾ പോയതാണ് ഇവിടെയൊക്കെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ നല്ല ലക്ഷങ്ങൾ ചിലവഴിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്കറിയാം. ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈസ അവിടെ അടച്ചേ തീരുന്നുള്ളൂ. ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, എല്ലാ മോൻ്റെയും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ വേദനകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ അനുഭവിക്കണമെന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലവണ്ണം നോക്കും കേട്ടോ. ഇപ്പോൾ ആദ്യം അത് വന്നുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം പുള്ളിയുടെ. പുള്ളി നല്ല വണ്ണവും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് പുള്ളി ഇങ്ങനെ ക്ഷീണിച്ച് ഡയറ്റ് കൺട്രോളൊക്കെ ആയി. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കൊടുക്കുന്നതാണ്. പിന്നെ എന്തോ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ മാസം നോക്കിയപ്പോൾ അത്ര അധികം ഇതൊന്നുമല്ല. ഈ മാസം നോക്കിയപ്പോൾ ക്രിയേറ്റിൻ കൂടി. ഞാൻ പറഞ്ഞില്ലേ 2.8 അപ്പോൾ ഇപ്പോൾ വയസ്സല്ലേ. അപ്പോൾ യങ്ങായിട്ടുള്ളവർക്കൊക്കെ ഇച്ചിരി കൂടിയിരുന്നാലും പെട്ടെന്ന് അപ്പോൾ ഈ 4-5 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ പറയും ഡയാലിസിസ് ചെയ്തോളെ. അപ്പോൾ നമ്മൾ ആ ഒരു കൺട്രോളിൽ പോകണം. പിന്നെ ഈ യൂറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് കുറഞ്ഞു അങ്ങനെയൊക്കെ വന്നപ്പോൾ അത് 90 വരെ എങ്ങാണ്ട് വരണം. 28 ഉള്ളൂ ഇപ്പോൾ 2 മാസമായി. അപ്പോൾ അതുകൊണ്ടാണ് നെല്ലിക്ക ജ്യൂസ് ഞാനിങ്ങനെ എല്ലാം കൊടുക്കുന്നതാണ് കേട്ടോ. കരവിള ജ്യൂസ് ഒക്കെ. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ മക്കളെയും നോക്കണം, എൻ്റെ ഈ മോനെ നോക്കണം, എൻ്റെ ഈ കുഞ്ഞു മോനെ നോക്കണം, പിന്നെ ഹസ്ബൻഡിനെ നോക്കണം ഒക്കെ. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്നെ ആര് നോക്കും? ഞാൻ എല്ലാവരെയും ഓടി നടന്ന് ജ്യൂസും അതും ഇത് ഇപ്പോഴല്ല കേട്ടോ, വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ സേവിക്കാൻ തുടങ്ങിയിരിക്കുന്ന. എപ്പോഴും അസുഖം വരുന്ന മനുഷ്യനാണ്. നമ്മൾ അങ്ങനെ നോക്കണം. കാരണം നമ്മളെ ഹസ്ബൻഡ് ജീവിച്ചിരുന്നിരുന്നാലേ നാളെ നമ്മുടെ ആരെങ്കിലും പറഞ്ഞാലും അങ്ങനെ പറയരുത് എന്ന് പറയാൻ ഒരു മനുഷ്യനുണ്ടാവും നമ്മുടെ സൈഡിൽ നിന്ന് കേട്ടോ. ഇന്ന് മക്കളെയൊക്കെ നമ്മൾ നല്ലതായിട്ട് നോക്കുന്നു, നാളെ നമ്മളെ നല്ലതായിട്ട് നോക്കട്ടെ. ഇപ്പോൾ ഓരോരോ കാര്യങ്ങളൊക്കെ ഈ അഡ്ഫാൻ അങ്ങനെയുള്ള കുറേ TV ന്യൂസ് കാണുമ്പോൾ എനിക്ക് പേടിയായിട്ടോ. നാളെ നമ്മുടെ മക്കൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ എങ്ങനെയാണ്, എവിടെ ഇട്ട് പഹര വരും, ഇതൊന്നും അറിയാൻ പറ്റില്ല. നമുക്കെല്ലാം ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഭർത്താവ് ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് പറയല്ലേ എന്ന് പറയാൻ ഒരാളുണ്ടാവും കേട്ടോ. നമുക്ക് സന്തോഷമായിട്ട് പറയാൻ ഒരാളുണ്ടാവും. നമ്മുടെ ഹസ്ബൻഡിനെയൊക്കെ നമ്മൾ നല്ലവണ്ണം നോക്കണം, സേവ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ മൊബൈലൊക്കെ എത്രയോ പ്രാവശ്യം മൊബൈലൊക്കെ താഴെ വീണിട്ടുണ്ട്, വിയർപ്പിൽ നടക്കുന്നുണ്ട്, ആകെ പോയി കിടക്കണം ആ മൊബൈൽ. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എൻ്റെ മോനായിട്ട് വരുന്നത്. കാരണം ഇപ്പം പാവം കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെക്കാളും കൂടുതൽ സ്നേഹം നമ്മുടെ മക്കൾക്ക് സ്നേഹം എല്ലാം നല്ല ഉണ്ട്, പക്ഷേ ഇവർക്ക് ഭയങ്കര സ്നേഹവും. ഞാൻ ഇവന് ഭക്ഷണം വാരി കൊടുക്കുന്നു, പല്ല് തേക്കുന്നു. നിങ്ങളൊന്ന് ഓർക്കണം, സ്നേഹത്തിൽ എന്നെ മക്കൾ വന്ന് പിടിക്കാൻ നോക്കിയിരുന്നാലും അവൻ കഴിക്കും. കാരണം അവന് ഇഷ്ടമല്ല സ്നേഹത്തിൽ എന്നെ വന്ന് പിടിക്കുക എന്നുള്ളത്. ദേഷ്യത്തിൽ അവൻ്റെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാലും അവൻ ചാടി വീഴും. ഇതാണ് ഇവൻ്റെ സ്വഭാവം കേട്ടോ. അങ്ങനെ എൻ്റെ പൊന്നുമോൻ എനിക്ക് ഭയങ്കര ഒരു സെക്യൂരിറ്റിയാണ്. ഒരു കളനും ഞാനിവിടെ ഒറ്റയ്ക്ക്, എൻ്റെ മക്കൾ 2 പേര് പുറത്ത് പോയിരുന്നാലും, മോൻ പുറത്ത് പോയിരുന്നാലും, മോള് പുറത്ത് പോയിരുന്നാലും, ഹസ്ബൻഡ് നാട്ടിൽ പോയിരുന്നാലും ഞാൻ ഒറ്റയ്ക്ക് മതി. ഒരാൾ കയറൂല കേട്ടോ ഈ വീട്ടിൻ്റെ അകത്ത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. എൻ്റെ ഈ മോനുള്ളിടത്തോളം കാലം ഞാൻ സുരക്ഷിതമാണ്. ഞാനെന്നല്ല, എൻ്റെ ഫാമിലി മൊത്തം സുരക്ഷിതമാണ് കേട്ടോ. എൻ്റെ സ്കൂബി മോൻ ഉള്ളിടത്തോളം കാലം. അപ്പോൾ അത് പറയാൻ കൂടിയാണ് ഞാൻ വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ജ്യൂസായി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ കൊടുക്കുന്ന റാഗിയുടെ പൂട്ട്, ഡാലിയ. അപ്പോൾ അത് തേങ്ങ ഇടാതെ, നമുക്കിപ്പോൾ പൂട്ടിപ്പോൾ അരിയുടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ. പുള്ളിക്ക് അത് റാഗി പൂട്ട് ഞാൻ സെപ്പറേറ്റ് ഉണ്ടാക്കും. അപ്പോൾ 2 ഇതായിട്ട് നമ്മൾ നനയ്ക്കണം, തേങ്ങ ഇടാതെ പുള്ളിക്ക്. ഇപ്പോൾ ഇന്ന് ഡാലിയ പുള്ളിക്ക് തേങ്ങ ഇടാതെ വെച്ചു, എനിക്കും ദീപക്കിനൊക്കെ തേങ്ങ ഇട്ട് വെച്ചു. അതുകൊണ്ട് എനിക്ക് തേങ്ങ ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് എണ്ണ ഇട്ട കറി, കുറച്ച് എണ്ണ ഇട്ട്, നമുക്ക് മക്കൾക്കൊക്കെ ഇത്തിരി എണ്ണയും മീനൊക്കെ വേണം. പുള്ളിക്ക് ചെറിയ മീനുകൾ, ഈ ക്രിയേറ്റിനും ഷുഗറിനും പറ്റിയ മീനുകൾ പുഴുങ്ങി മഞ്ഞപ്പൊടി ഇട്ട് കുരുമുളക് ഇട്ട് കൊടുക്കുന്നു. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും അത് പറഞ്ഞു. സന്തുള കുഞ്ഞുകുഞ്ഞായിട്ട് എല്ലാ പച്ചക്കറിയും, എല്ലാ ഉരുളക്കിഴങ്ങ് മാറ്റി ബാക്കിയുള്ള എല്ലാ അച്ചിങ്ങ, ബീൻസ്, ക്യാരറ്റ് ഇല്ല കേട്ടോ, എല്ലാം ഇട്ട് നമ്മൾ ഗ്രീൻ വെജിറ്റബിൾ എല്ലാം ഇട്ട് പുള്ളിക്ക് സന്തുള ഉണ്ടാക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ആഹാരം പുള്ളിയുടെ.
അപ്പോൾ പുള്ളിക്ക് ഓഫീസിലും പോയി കഴിഞ്ഞാൽ ഉച്ചത്തെ ആഹാരം അതാണ് കേട്ടോ, പപ്പായ ഇതൊക്കെയാണ് അവർ മെസ്സിൽ നിന്ന് കൊടുക്കുന്നത് ഓഫീസിൽ. അത് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മാസം കറക്റ്റായിട്ട് ഒരു മാസം ഇങ്ങനെ നോക്കി, ഇപ്പം ക്ഷീണമൊന്നുമില്ല, ആൾ നല്ല ഇതായിട്ട് വരുന്നു എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഈ മാസം മൊത്തം ഇങ്ങനെ നോക്കിയിട്ട് ഈ മാസം ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യണം ക്രിയേറ്റിൻ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത്, അങ്ങനെയൊക്കെ നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അലക്ക് ദീപക് എന്ന് പറഞ്ഞാൽ ദീപക്കിൻ്റെ പണി മാത്രമേ എടുക്കുള്ളൂ. ദീപക്കിന് ഒരുപാട് പാത്രമൊന്നും ഞാൻ ഇട്ട് കൊടുക്കില്ല, ചീനച്ചട്ടിയും കുക്കറൊക്കെ മാത്രമേ ഇടുള്ളൂ. ബാക്കിയുള്ള കുറേ പാത്രങ്ങളൊക്കെ ഞാനാണ് കഴുകുന്നത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ പണി വലിയ വീടാണെങ്കിൽ പണി എടുക്കാന്ന് ഇപ്പോൾ ബോക്സ് തുടക്കണം, ബോക്സിൻ്റെ അകം തുടക്കണം, ജനലുകൾ നമ്മുടെ അയിനയെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാത്റൂമിലെ അയിനയൊക്കെ തുടക്കണം, ഡ്രസ്സിങ് ടേബിൾ തുറക്കണം, അങ്ങനെ കുറേ കാര്യമുള്ളൂ. പണിയുണ്ടെങ്കിൽ പണിയെടുക്കാനാണ്. പിന്നെ 2 നേരത്തെ വിളക്ക് കത്തിക്കൽ, അത് നിങ്ങൾ നോക്കണം. 1 മണിക്കൂർ ഇപ്പോൾ എനിക്ക് താഴെ കൊണ്ട് ഈ പൂജാപാത്രങ്ങൾ കഴുകാൻ പറ്റും. എനിക്ക് പൂജാപാത്രങ്ങൾ ഒരുപാടുണ്ട്, കിണ്ടിയിൽ ഗ്ലാസ്സിൽ വെള്ളമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഞാൻ മുകളിൽ കൊണ്ടുപോയി കഴുകി എടുത്ത്, മഴയായിരുന്നാലും മുകളിൽ പോയി കഴുകി എടുത്ത് തുടച്ച് വച്ച് പൂജാ റൂമൊക്കെ തുടച്ച്, പൂക്കൾ മേടിച്ചിട്ടുണ്ട്. ഇന്നും പൂ മേടിച്ചിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പൂക്കളൊക്കെ ഇട്ട് പഴയ പൂക്കളൊക്കെ എടുത്ത് മാറ്റി അവിടെയൊക്കെ തുടച്ച് നമ്മൾ പുണ്യാഹം തളിച്ച് ഗംഗാവെള്ളം തളിച്ച് പനീർ തളിച്ച് ഒക്കെ വന്ന് നമ്മൾ വിളക്ക് കത്തിച്ച് സ്തോത്രം ചൊല്ലി നിങ്ങൾ കണ്ടിരിക്കുക. ഞാൻ കുറച്ചല്ലേ വീഡിയോയിൽ എടുക്കുന്നുള്ളൂ. അങ്ങനെ 2 മണിക്കൂർ രാവും പകലും പോകും. അവൻ തൂത്ത് തുടച്ചിട്ട് പോയിരുന്നാലും രാവിലെ ഞാൻ റഫായിട്ട് അടിച്ചിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്. നമ്മുടെ വീട് അടിച്ചു വരാതെയൊന്നും റഫായിട്ട് അടിച്ചു വരാതെ പറ്റത്തില്ല. കുറേ വീടായിട്ട് പിന്നെയാണ് അവൻ വന്ന് തൂത്തും തുടയും ഒക്കെ ആവണം. പിന്നെ സന്ധ്യ ജാടു ഒന്ന് ചെയ്യും. മോനുള്ളതുകൊണ്ട് മുടിയൊക്കെ കുറച്ചുണ്ടാവും, അപ്പോൾ എപ്പോഴെപ്പോഴും അടിച്ചുകൊണ്ടിരിക്കണം. സന്ധ്യ ജാടു നമ്മൾ വിളക്കത്തിക്കുന്നതിന് മുമ്പ്, വിളക്കത്തിക്കുന്നതിന് മുമ്പ് ഒരു ഇത് ചെയ്യും. പിന്നെ ഒന്ന് മേലി കഴുകും, വിളക്കത്തിക്കും. പിന്നെ വൈകുന്നേരത്തെ റൊട്ടിയായി, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് റാഗി ആണെങ്കിൽ റാഗി അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് കഴിച്ച്, അങ്ങനെ ഒരുപാട് പണികളുണ്ട് കേട്ടോ. നമുക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ ഒന്നും നോക്കാൻ പോലും സമയമില്ല. ഇപ്പോൾ പണിക്കാരനൊക്കെ ഉള്ളതുകൊണ്ട് അതങ്ങനെ പണി. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. ഇപ്പോൾ ഡെയിലി എല്ലാവരെയും കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ അതിനുള്ള ഒരു വീഡിയോ. ഇന്ന് മോനുണ്ടല്ലോ, അച്ഛനെയും കൊണ്ടൊന്ന് ആക്കിയിട്ട് വന്നിട്ട് അവന് നോക്കുന്നു, വീടൊക്കെ അടിച്ച് പൊട്ടിച്ചൊക്കെ ഇട്ടേക്കണല്ലേ. അപ്പോൾ മോൻ്റെ പിച്ച വെച്ച് അവൻ കണ്ണ് തുറക്കാത്തപ്പോൾ പിച്ച വെച്ച് വളർന്ന വീടാണ്. അപ്പോൾ എൻ്റെ മോൻ അടുക്കളയിലൊക്കെ ചെന്ന് നോക്കുന്നു. അതൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നല്ല നല്ല കണ്ടൻറ്റൊക്കെ ആയിട്ട് വരാൻ നോക്കാം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ കണ്ടൻറ്റുകൾ കിട്ടിയുള്ളൂ കേട്ടോ. ഞാൻ എന്തിനാ നുണ പറയുന്നത്, ഇത്രയും കണ്ടൻറ്റ് കിട്ടിയുള്ളൂ. അപ്പോൾ എനിക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ആക്കാൻ പറ്റില്ലല്ലോ, കിട്ടുന്ന വീഡിയോ അല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ മോനെ കാണാൻ കുറേ ചങ്ക് ഫ്രണ്ട്സും, എൻ്റെ മോൻ്റെ കുറേ ആൻറ്റിമാർ, അങ്കിൾമാർ, ചേട്ടന്മാർ, ചേച്ചിമാർ, അമ്മമാരും ഒക്കെ നോക്കിയിരിപ്പുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞാലോ നമുക്ക് ഭയങ്കര സെക്യൂരിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇനി മോന് കൃമിയുടെ മരുന്ന് കൊടുക്കണം 10 ദിവസത്തിന് മുമ്പ്. ഇഞ്ചക്ഷൻ്റെ ടൈമായി കേട്ടോ. അപ്പോൾ ജൂലൈയിലാണ്, പക്ഷേ ജൂൺ ലാസ്റ്റിൽ ഞങ്ങൾ എടുക്കും. അപ്പോൾ ഇന്ന് ഡോക്ടറെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവന് കൃമിയുടെ മരുന്ന് 4 ഗുളിക ഒന്നിച്ച് കൊടുക്കണം. അപ്പോൾ നാളെ കാലി വെയിറ്റിൽ മരുന്ന് കൊടുക്കും. മരുന്ന് കൊടുത്ത് ഒരു 10 ദിവസം കഴിയുമ്പോൾ അവർ ഇഞ്ചക്ഷൻ എടുക്കും. അപ്പോൾ ഒരു വർഷത്തിൽ 3 ഇഞ്ചക്ഷനാണ് എടുക്കുന്നത് കേട്ടോ. 1 റാബീസ്, 2 ഈ പനി, ഇപ്പോൾ നമ്മുടെ ജോണ്ടിസ് ഒന്നും വരാതിരിക്കേണ്ട അങ്ങനെ എന്തോ 2 ഇഞ്ചക്ഷനും ഉണ്ട്. അങ്ങനെ 3 ഇഞ്ചക്ഷനാണ് ഇവന് വർഷം തോറും എടുക്കുന്നത്. അപ്പോൾ ഇഞ്ചക്ഷൻ്റെയൊക്കെ ടൈമായി. ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ നേരത്ത് ഇഞ്ചക്ഷന് ചെയ്യാൻ വരുന്നത് അവരുടെ ഡോക്ടറിൻ്റെ പിൻഗാമികളാണ് വരുന്നത് കേട്ടോ. ഭയങ്കര ഗ്രില്ലിലൊക്കെ അവനെ പിടിച്ചു വച്ചിട്ടൊക്കെയാണ് ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ പാവങ്ങളാട്ടോ, എൻ്റെ പൊന്നാണ് ഇവൻ, എൻ്റെ പൊന്ന്. അപ്പോൾ നാളെ ഒരു ചെറിയൊരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഇതൊരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവരും ഒന്ന് കാണണേ. കാലുവിന് കൊടുക്കണ്ട, കാലുവിനെ നോക്കുന്ന കേട്ടോ. കാലുവിനെ നോക്കത്തേ. ഒരു ബായ് എല്ലാവർക്കും ബായ്. ഒരു ഹായ് കൊടുത്തേ. ഹായ് എല്ലാവർക്കും ഹായ്. ഇവിടെ ടാറ്റ. ദീപക്കിന് എങ്ങനെ ടാറ്റ കൊടുക്കണം? സ്കൂൾ കുട്ടികൾക്ക് എങ്ങനെ മോൻ ടാറ്റ കൊടുക്കുന്നത്? സ്കൂൾ ചേച്ചിമാർ ടാറ്റ കണ്ടല്ലോ. ഒന്നും കൂടെ ഈ കൈ കൊണ്ട് ടാറ്റ നല്ലവണ്ണം കൊടുക്ക്. ആൻറ്റിമാർക്ക്, അങ്കിൾമാർക്ക്, ചേച്ചിമാർക്ക്, ചേട്ടന്മാർക്ക് ടാറ്റ കൊടുക്ക് പൊന്നോ. ടാറ്റ കണ്ടല്ലോ ഫ്രണ്ട്സ്. എൻ്റെ മോൻ ടാറ്റ തന്ന് ഗുഡ് ബോയ് ആണ്.
അപ്പോൾ എല്ലാവരും എൻ്റെ മോനെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരും എൻ്റെ മോനെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ മോനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ.